നിങ്ങൾ കരഞ്ഞൊരു മൂലയിൽ ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പെൺപിള്ളേരെ നിങ്ങൾ സൂക്ഷിച്ചോ. പെൺപിള്ളേരുടെ തന്നെ എനിക്ക് പറയാനുള്ളത്, +2ൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കോഴ്സൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയി പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെറുതായിട്ടൊരു ഉപദേശം നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം ചൂസ് ചെയ്യുക. ആരുടെയും നിർബന്ധപ്രകാരം ഒരു കോഴ്സ് എടുക്കാണ്ടിരിക്കുക. ബിക്കോസ് ഫ്യൂച്ചറിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ആരും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നിൽക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് പഠിക്കുക. ഇഫ് പാരൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഇപ്പോൾ പുതിയ ഹോസ്റ്റലിലും കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. നമ്മളെ മുന്നിൽ ഭയങ്കര ചിരിച്ച് നമ്മളോട് നല്ല സ്നേഹം കാണിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ചിരിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ നമുക്ക് വേണ്ടി, നമ്മളെ നല്ലതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനിഷ്യലി അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പോകെ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടും എടുത്തിട്ടൊന്നും കാര്യമില്ല. പിന്നെ നിങ്ങൾ കരഞ്ഞൊരു മൂലയിൽ ഇരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പെൺപിള്ളേരെ നിങ്ങൾ സൂക്ഷിച്ചോ. പെൺപിള്ളേരുടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പോയിട്ട് കുറേ വലിയ ഗ്യാങ് ഒക്കെ ഫോം ചെയ്ത് ഭയങ്കര ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഒന്നുമില്ല. നിങ്ങൾക്കൊരു ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും.